ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോനയുടെ കുഞ്ഞ് കരഞ്ഞ് പ്രതിഭ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ കേട്ടോ. പിന്നീട് പ്രതിഭ ആ കുഞ്ഞിനെയും എടുത്തു വരുന്നുണ്ട്. എന്നാൽ ഈ സമയം ആ കുഞ്ഞിനെ ഒന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞിട്ട് പ്രതിഭ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്കെന്തോ തലച്ചിട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രതിഭ പെട്ടെന്ന് വീഴാൻ പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ. അത് കാണുന്നതിനോടുകൂടി പ്രതിഭയുടെ അമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ, ഈ വീട്ടില് നീ കിടന്ന് മരിക്കുന്നത് കൊണ്ടാടി നിനക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട്, അമ്മ എനിക്കെന്തോ സുഖമില്ല. അപ്പോഴേക്കും സുധേട്ട, നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് നമ്മുടെ പ്രതിഭയെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകണം. ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അതോട് വാ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴും ആണെങ്കിലോ പ്രതിഭ, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉടൻ തന്നെ സുധം പറയണേ, എന്തായാലും സത്യനെ വിളിക്കട്ടെ, മോളെ ഒറ്റക്കാക്കി പോവാൻ പറ്റത്തില്ലല്ലോ, സോനയാണെങ്കിൽ ഇവിടെ ഇല്ല, അതുകൊണ്ട് സത്യനെ വിളിക്കട്ടെ എന്ന് പറയട്ടോ. ഇതേ സമയം പ്രതിഭ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുന്ന ആ ഒരു ലക്ഷണം കാണിക്കാൻ കേട്ടോ. ഇതോടുകൂടി പ്രതിഭയുടെ അമ്മക്ക് ഒരുപാട് സന്തോഷമാവണേ. ഈശ്വര എന്നും പറഞ്ഞിട്ട് തൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ, സന്തോഷത്തോടു കൂടിയുള്ള ആ ചിരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ, എന്താടി നീ മകൾക്ക് വയ്യാതായിട്ട് ഇനി ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്? സാധാരണ പെൺകുട്ടികൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഏതൊരു അമ്മമാരും കരയാ ചെയ്യുക, എന്നാൽ നീ എന്താ എന്ന് പറയുമ്പോൾ ഇത് ചിരിക്കാനുള്ളതാണ്, സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ളതല്ലേ, അത് ചിരിച്ചു തന്നെ കഴിക്കണം എന്ന് പറയട്ടെ. എന്താടി നീ പറയുന്നത്? അത് നിങ്ങൾ ആ സത്യനെ ഒന്ന് വിളിച്ച്, എന്താ അതൊക്കെയുണ്ട്, നിങ്ങൾ ആ സത്യനെ വിളിക്കുക. അപ്പോഴേക്കും പ്രതിഭയുടെ മുഖത്ത് ചെറിയൊരു നാണൊക്കെ തുടങ്ങിയിട്ടോ. പിന്നീട് സോനയുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിരിക്കുക. അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പറയുന്നുണ്ട്, എടി നീ കുഞ്ഞിനെ ഒന്നും എടുക്കണ്ട, അതിനവിടെ നിർത്തിയേക്ക്. എന്താ അമ്മേ, ഇതൊരു കുഞ്ഞല്ലേ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലട്ടോ എന്ന് പറയുമ്പോൾ, അതൊക്കെ എനിക്ക് നന്നായി അറിയാടി, പക്ഷെ ഇനി ഇപ്പൊ ഇങ്ങനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടോ. പിന്നീടാണെങ്കിലോ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോ എന്താ സംഭവം എന്നറിയാതെ നിൽക്കാണ്. അങ്ങനെ സത്യന് നേരെ വിളിക്കാൻ കേട്ടോ. സത്യ, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, പ്രതിഭകൾക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സത്യം മുന്നും പിന്നും നോക്കില്ല, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാണ്. എന്നാൽ ഈ സമയം ദയാണെങ്കിൽ തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ടോ. ദയോട് ചോദിക്കാണ്, അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, പോയതെന്തായി എന്ന് വാസന്തി ചോദിക്കാണ്. വീട്ടിലോട്ട് കെട്ടിക്കണക്കിനുള്ള സ്വത്തുക്കൾ എടുത്തു കൊണ്ടുവരാൻ പോയതല്ലേ, എന്നിട്ട് പാതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? അപ്പോഴേക്കും അവിടെ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്ന രാമനാഥൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാമനാഥൻ, മോളെ നീ പോയ കാര്യം എന്തായി? അപ്പോഴേക്കും അവിടെ ശബരി എത്തുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ പറയുന്നുണ്ട്, അച്ഛനും അമ്പിളി ചേച്ചി രഘുവേട്ടനൊക്കെ സ്വത്ത് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ ഞങ്ങളുടെ മുത്തശ്ശൻ എഴുതി വെച്ച പ്രമാണത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയമ്മയ്ക്കും അതുപോലെ മുത്തശ്ശിക്കും മാത്രമേ ഉള്ളൂ ഇത്ര ആ സ്വത്തിന്റെ നീക്കുപോക്ക് എന്ന് പറയട്ട. അപ്പൊ അത് കേൾക്കുന്ന വാസന്തിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ. വാസന്തി പറയണേ, ഇപ്പൊ എന്തായി? ഇവിടുന്ന് അങ്ങ് കേട്ടില്ലാമ്മ ചമഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് പെറുക്കി കൊണ്ടുവരുന്ന വിചാരിച്ചത്. ആനന്ദമാഷ അങ്ങനെ തന്നെ, മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല. അത് കേൾക്കുന്ന ശബരിക്ക് ദേഷ്യം പിടിക്കണം. അങ്ങനെയൊന്നും ഒരാളെ കുറിച്ച് പറയരുത്. 20 ലക്ഷം രൂപയാണ് അനന്തമാഷ് തന്നത്. അപ്പോഴേക്കും രാമനാഥൻ പറയണേ, 20 ലക്ഷം രൂപ തന്നിട്ടാണ് ഇവളെ സഹായിച്ചത്. അത് 20 ലക്ഷം ഇവനങ്ങോട്ട് കൊടുത്ത പണല്ലേ, ഇവൾ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയതും ഒരുത്തന്റെ പിന്നാലെ. അപ്പോഴേക്കും ദയക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവിടെ നിന്ന് നിർത്തുന്നുണ്ടോ? ഇനി വാസന്തി, നീ നിന്റെ വാ തുറന്നാൽ നിനക്ക് എന്നിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇതൊന്നും ആവില്ല എന്നും പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഈ സമയം വാസന്തി, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണ് നിങ്ങൾക്ക് തെറ്റിയെന്ന് പറയണം. അപ്പോഴേക്കും അനിത വിളിച്ചിട്ട് ദയ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ദയ പറയാണ്, എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് വാങ്ങിയെടുക്കും. ഇവിടെ വാസന്തിച്ച് പറഞ്ഞതുപോലെ ഒന്നല്ല, ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ അച്ഛന് കിട്ടാനുള്ള, അതായത് ഞങ്ങൾക്ക് കിട്ടാനുള്ള അമ്മയുടെ അവകാശം ഫുള്ളായി ഞങ്ങൾ വാങ്ങിയെടുക്കും. കേസ് നടത്തി വിജയിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേൾക്കുന്ന വാസന്തിക്ക് പൊട്ടിച്ചിരിയാണ് കേട്ടോ വരുന്നത്. വാസന്തി പറയും, സാധാരണ കേസ് നടത്തിയിട്ട് ആരെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിട്ട് നീ എന്നെ വരെ കേട്ടിട്ടുണ്ടതേ, നീ എന്തെങ്കിലും പറയുമ്പോൾ അത് ഒരു അർത്ഥത്തിൽ പറയണം, അല്ലാതെ കണ്ടിട്ട് കേസും കൂട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് മൂക്കിൽ പല്ല് മുളച്ചാലും കേസിന്റെ വിധി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. അത് കേൾക്കുന്നതൊക്കെ കൂടുതൽ ദേഷ്യമാണ്. അങ്ങനെ ദയ പറയാണ്, ഞങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. അച്ഛൻ ഈ പറയുന്നത് പോലെ തന്നെ അച്ഛൻ്റെ സ്വത്തുക്കൾ, ലക്ഷ്മി എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ ഞങ്ങളത് വാങ്ങിയെടുക്കും എന്ന് പറയണ്ട. അത് കിട്ടും, അത് കിട്ടിയത് തന്നെ എന്നിങ്ങനെ വാസന്തി കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആശാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ രഘുവിനെയും കൂട്ടിയിട്ട്, രഘു വാ നമുക്ക് പോവാം. അപ്പൊ അമ്പിളി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രഘു പറയണം, അത് വേണ്ട അമ്പിളി വേണ്ട, ഞാനും അമ്മാവനും കൂടി പോയാൽ മതി എന്ന് പറയണ്ട. അങ്ങനെ അവിടെ നിന്നും അവർ ആ തീരുമാനവുമായി ഇറങ്ങാണ്. ആ ഒരു ലോക്കറിൽ ഗോൾഡ് പണയം വെച്ച് തൻ്റെ മകൾക്ക് സഹായിക്കാമെന്ന് താനൊരു വാക്ക് കൊടുത്തിരുന്നല്ലോ, അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനായിട്ടാണ്
ഇതേ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ തമ്പായിക്കും അതുപോലെ പാർവതിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പാർവതി എന്താ അനന്തേട്ടൻ വീണ്ടും വന്നത്, എന്താ ഒരു മുന്നറിയിപ്പൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോഴാണെങ്കിലോ ഇവർ തമ്മിലുള്ള സംസാരമാണ് കേട്ടോ. അതായത് ദേവകി അമ്മ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ദേവകി അമ്മ അങ്ങോട്ടേക്ക് എത്തും. അതിന് മുന്നേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണം. എന്തായാലും കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്കൊരു വിശ്വാസമാവും. എന്തായാലും അവർ കേസും കൂട്ടങ്ങൾക്കൊന്നും പോവില്ല എന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ പാർവതി പറയുന്നുട്ടോ. അത് കേൾക്കുന്ന തമ്പ ഇനി ചെയ്ത് വിഡ്ഢിത്തരമായ കേസിന്റെ ആ കാര്യങ്ങളൊന്നും നിനക്ക് അവിടെ പറയണ്ട, ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അനന്തേട്ടന്റെ മക്കളോട് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും? എൻ്റെ ലക്ഷ്മിയുടെ മക്കളല്ലേ, അവരെ എത്രയായാലും എൻ്റെ ചോരയല്ലേ. എനിക്കാണെങ്കിൽ എൻ്റെ ചോരയിൽ പിറന്ന ഒരു കുട്ടി പോലും ഇല്ല. ഞാൻ ദത്തെടുത്തവനായതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ, എന്താ നിനക്ക് നിന്റെ ലക്ഷ്മിയുടെ മക്കളോട് ഇനിയും സഹതാപം സിമ്പതിയൊക്കെ തോന്നുകയാണെങ്കിൽ നിന്റെ ഭർത്താവിനും ഈ പറയുന്ന നിന്റെ ദത്തപുത്രന്റെയും പീഡനങ്ങൾ നീ സഹിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോഴാണ് മുറ്റത്ത് ഈ പറയുന്ന അനന്ത മാഷും രഘുവും വന്നിറങ്ങുന്നത്. അവരെ കാണുന്നതിനോടുകൂടി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ഇവരിപ്പോ എന്താ പോയ പാടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈശ്വര എന്ന ഭാഗത്തിൽ തമ്പായി ഇങ്ങനെ നിൽക്കാനുണ്ടോ. അപ്പൊ അനന്തൻ എന്ന് പറയുന്നത് രഘു ഇപ്പൊ എങ്ങനെയാണോ അതുപോലെയാണ് അനന്തന്റെ ചുറുചുറുക്കൊന്നും ഇവരാരും കണ്ടിട്ടില്ല എന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ദേവകിയമ്മ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വന്നിട്ടില്ല. ദേവകിയമ്മ ഇപ്പോഴും ചികിത്സയിലാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ തമ്പായി എന്താ പോയ പാടെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്നിങ്ങനെ പറയണേട്ടോ. അപ്പത് കേൾക്കുമ്പോ തന്നെ ആനന്ദമാ ശബ്ദമൊക്കെ ചെറുതായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പാർവതി എന്താ അനന്തേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദേവകിയമ്മയെ ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പാർവതി പറയണം, എന്നോട് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയണം. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഇവിടെ നിന്നും കിട്ടിയ കുറച്ച് സ്വർണങ്ങളില്ലേ, അതങ്ങ് പണയം വെച്ച് എൻ്റെ ഈ നിൽക്കുന്ന മരുമകനായ രഘുവിന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് കേൾക്കുന്ന തമ്പായും ഈ പറയുന്ന പാർവതി അങ്ങ് ഞെട്ടിപ്പോണിട്ട്, ഈശ്വര ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. അപ്പൊ മാഷിന്റെ ഉള്ളിരിപ്പ് വേറെയാണ്. മാഷ് കളി തുടങ്ങിയിട്ടുള്ളൂ. ആ സമയം ഉടൻ തന്നെ തമ്പായി വരെ അതെങ്ങനെ ശരിയാവും. അപ്പോൾ ഉടൻ തന്നെ മാഷി പറയുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല, ദേവകിയമ്മയോട് സംസാരിച്ചാൽ മതി. ഇത് കേട്ടെടുത്ത് തന്നെ തമ്പായി പറയണം, അതെ ആ സ്വർണത്തിൽ നിന്നും ഒരു തരി പൊന്നു പോലും അതിൽ നിന്ന് തൊടാൻ പറ്റത്തില്ല. അത് കേൾക്കുന്ന രഘു പറയും, അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങളല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ലക്ഷ്മി എന്ന് പറയുന്ന അതായത് മാഷിന്റെ അമ്പിളിയുടെ അമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവകി അമ്മയുടെ മകളല്ലേ. അതുകൊണ്ട് തന്നെ അത് അവർക്കും കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞത്, ഇവിടെ പാരമ്പര്യമായി കിട്ടിവരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. അത് വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ പാടില്ല. അത് ഒരു ഗ്രാം പോലും പണയപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ പ്രതിവിധി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയട്ടോ. ഇതേ സമയം ലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ. ഭർത്താവായ എനിക്ക് എന്തും വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ഈ ലക്ഷ്മിക്ക് കിട്ടിയ ഈ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ പണയപ്പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇനി അത് വിൽക്കാനുള്ള തീരുമാനമാണ് എന്റേത്. കാരണം ലക്ഷ്മി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിൽക്കുമെന്ന് പറയട്ടോ. ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ്. അപ്പൊ മാഷി ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു റോൾഡ് ഗോൾഡ് ആണെന്നുള്ള സത്യം മാഷ് ആ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഈ സമയം പാർവതിയാണെങ്കിലോ ഇനി എന്ത് ചെയ്യും? തമ്പായി എന്ന കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തമ്പായിയോട് ചോദിക്കുമ്പോൾ, അതിനൊരു വഴി എന്തെങ്കിലും ഈശ്വരൻ മുന്നിൽ കാണിച്ചു തരും, തെരിയാതിരിക്കില്ല. അതിനൊരു വഴി ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എൻ്റെ മൂർത്തികളെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയാനിട്ട്. അപ്പൊ ഇനി എല്ലാ കള്ളങ്ങളും പുറത്തോട്ട് വരികയാണ്. കോടാനും കോടിയുടെ സ്വത്തിന്റെ ഉടമയാണ് ഈ അനന്തമാഷി എന്നുള്ളത് ഇനി പുറത്തോട്ട് വരാനിരിക്കുന്നുള്ളൂ. അനന്തമാഷിന് കൊടുത്ത സ്വത്തുക്കളെല്ലാം മുക്കുവണ്ണമായിരിക്കും. അതിനി മാഷ് ബാങ്ക് ലോക്കറിൽ നിന്ന് അതെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോഴാണ് മാഷ് ജയിലിൽ പോവേണ്ട അവസ്ഥ പോലും എത്തുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദയയുടെ ആ അഹങ്കാരത്തിന്, സ്വത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന ദയയും വിനയനും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ ഇനി കിട്ടാനിരിക്കുന്നു കേട്ടോ.